ഇപ്പോൾ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും വളരെ രസകരമായ പാറ്റേണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ഭരിക്കുന്നത് YSR കോൺഗ്രസിന്റെ നേതാവ് ജഗൻ. അവിടെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി മുൻ മുഖ്യമന്ത്രിയുടെ മകനായ ജഗൻ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും തൻ്റെതായ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുകയും അവിടെ മത്സരിക്കുകയും ചെയ്തു. അതിനൊരു ഫലമുണ്ടായി, കോൺഗ്രസ് നാമാവശേഷമായി എന്നത് കാര്യമാണ്. പക്ഷെ മറുവശത്ത് അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന TDP തെലുഗുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി, അവരൊരു നല്ല കാഡർ സ്വഭാവമുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ എത്ര തകർന്നാലും അവർക്കൊരു ബേസ് അവിടെ ഉണ്ടായി. BJP ഇത്തവണ ഏറ്റവും നന്നായി കളിച്ചത് അവരുമായി സഖ്യമുണ്ടാക്കുക എന്നതിലൂടെയാണ്. അതുപോലെ ഒന്ന് രണ്ട് ചെറിയ പാർട്ടികളുമായി ഇവർ ചേർന്ന് സഖ്യമുണ്ടാക്കി. TDP സഖ്യം അവിടെ തൂത്തുവാരുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഏതോ ഒന്ന് രണ്ട് സർവേയിൽ മാത്രം YSR കോൺഗ്രസിന് 1, 2, 5, 6 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു, നമുക്ക് ഉറപ്പില്ല. എന്തായാലും ബഹുഭൂരിപക്ഷം സർവേകളും പറയുന്നത് അവിടെ TDP BJP സഖ്യം വലിയ വിജയം നേടും. അത് BJPക്ക് വലിയ ഗുണമാണ്. വലിയ ബേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് TDPയുടെ പിന്തുണയോടുകൂടിയാണെങ്കിലും 5, 6, 8 സീറ്റ് കിട്ടിയാൽ അത് BJPക്ക് ലോട്ടറിയാണ്. ഏതായാലും ചന്ദ്രബാബു നായിഡുവിന്റെ തോളിൽ കയറി ആണെങ്കിലും അവർക്ക് അവിടെ സീറ്റ് നേടാൻ കഴിയുന്നു. ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വരുന്നു എന്നതാണ് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം. ആന്ധ്രാപ്രദേശ് എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ തന്നെ ഭാഗമായിരുന്ന തെലങ്കാനയെ കൂടി പറയണം. ആന്ധ്രയിൽ നിന്ന് വിട്ടുപോയി തെലുങ്ക് സ്വയം ഗൗരവ എന്ന് പറഞ്ഞ് തെലുങ്കിന്റെ ഒരു വലിയ തെലങ്കാന ഉണ്ടാക്കുകയും അങ്ങനെ തെലങ്കാന രാഷ്ട്രസമിതി എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ നേതാവുമായി വന്ന ചന്ദ്രശേഖര റാവു, നമുക്കറിയാം അവരുടെ മകൾ കവിത ഇപ്പോൾ കെജ്രിവാളിന്റെ ആയി ബന്ധപ്പെട്ട മദ്യനയ കേസിൽ ജയിലിലാണ്. BRS, അന്ന് TRS എന്ന് പറയുന്ന സംഘടന ഇപ്പൊ പേര് മാറ്റി ഭാരത് രാഷ്ട്രസമിതിയാക്കി. അദ്ദേഹത്തിന് ഒരു അഖിലേന്ത്യാ മോഹമുണ്ട്, ഒരു പ്രധാനമന്ത്രിയൊക്കെ ആയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഏതായാലും ആ പാർട്ടി നാമാവശേഷമാകുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നൊരു ഫലം. തെലങ്കാനയിൽ അത്ഭുതകരം എന്ന് പറയാവുന്ന രൂപത്തിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവിടെ ഭരണം പിടിച്ചു. ഭരണം പിടിക്കുമ്പോൾ BRS പുറകോട്ട് പോവുകയും BJP അവിടെ പ്രധാന വോട്ട് ബാങ്കുള്ള പ്രതിപക്ഷമായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ കൃത്യമായി കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമായി തെലങ്കാന മാറിയിരിക്കുന്നു. കോൺഗ്രസ് അവിടെ ഭരണം പിടിക്കുമ്പോഴും നമുക്കറിയാം സംസ്ഥാന തെരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു മോഡി പ്രഭാവം, ഒരു വടക്കേ ഇന്ത്യൻ ആധിപത്യം ഉണ്ടാകാറുണ്ട്. അവിടെ ഇത്തവണ ഒപ്പത്തിനൊപ്പമാണ് രണ്ടുപേരും എന്നാണ്. 7 മുതൽ 9 സീറ്റ് വരെ രണ്ടുപേരും നേടാം എന്നാണ്. അപ്പൊ 8, 8, 16 ഒരു സീറ്റ് അവിടെ ഉറപ്പിച്ച ഹൈദരാബാദ് സീറ്റ് OICയുടെ AIMM എന്ന് പറയുന്ന മുസ്ലിം സംഘടനാ നേതാവിന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി സീറ്റുകൾ ഇവർ തമ്മിൽ വിഭജിച്ചേക്കാം, അത് തുല്യത ആക്കാം. അതിലിപ്പോൾ അങ്ങനെ വരുമ്പോൾ 1, 2 സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ നേട്ടമാണ് അവിടെ ഉണ്ടാകുന്നത്. BJPക്കും നേട്ടമാണ്. നഷ്ടം വരുന്നത് BRS എന്ന് പേര് മാറ്റിയ TRSന്.